ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് ദുഃഖവെള്ളി. കർത്താവ് ക്രൂശിൽ മരിച്ചു എന്നുള്ളത് എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത്? ഒരു കുന്തമെടുത്ത് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിനോക്കി. എന്നാൽ ഞാനും നിങ്ങളും കർത്താവിനൊപ്പം കാൽവരി ക്രൂശിൽ മരിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? ആരെങ്കിലും കുത്തിനോക്കിയാൽ പോരെ? അതെ, നമുക്ക് പരീക്ഷകളുണ്ട്. യേശുവിനോടൊപ്പം അവൻ്റെ മരണത്തിൽ നമ്മളും പങ്കാളികളാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ദൈവം നമുക്ക് ചുറ്റും ചിലരെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ കുത്തുന്നവരെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയണം. കാരണം ഇനിയും ഞാൻ മരിക്കാനുണ്ടെന്ന് മനസ്സിലാക്കുന്നത് പീഡനങ്ങളുടെ സാഹചര്യത്തിലാണ്. കർത്താവിൻ്റെ ക്രൂശിൽ അവനൊപ്പം മരിച്ചവർക്ക് ഈ ഭൂമിയിൽ ഒരു കുറ്റവും കുറവും പരാതിയും കണ്ടെത്താനാവില്ല. ഒരു സുവിശേഷകനോട് ചിലർ ചോദിച്ചു, ഈ ആത്മീയ ജീവിതത്തിൻ്റെ നടുവിൽ അനേകം ആളുകൾ തടസ്സമായി നിൽക്കുമ്പോൾ, നിരവധി പ്രതികൂലതകൾ കടന്നു വരുമ്പോൾ അവയെ എങ്ങനെയാണ് സമാധാനത്തോടെ നേരിടുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ ഞാൻ ക്രിസ്തുവിനൊപ്പം മരിച്ചവനാണ്. അന്നു മുതൽ പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ ശുശ്രൂഷിക്കാൻ എന്നെ കർത്താവ് ബലപ്പെടുത്തി. അന്നു മുതൽ ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെ നിൽക്കാം എന്നു മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഒരിക്കൽ ഞാൻ ക്രിസ്തുവിൽ മരിക്കാതെ നമുക്ക് വിശുദ്ധരാകാൻ കഴിയില്ല. മരിച്ചവനെ ആരെങ്കിലും ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞ് ആ മരണപ്പെട്ടവൻ പരാതി പറയുമോ? അങ്ങനെയെങ്കിൽ ഞാൻ ക്രിസ്തുവിൽ മരിച്ചവനാണെന്ന് വിശ്വസിച്ച് ഈ ലോകത്തിൻ്റെ ബഹുമതികളെ ത്യജിക്കുക. യേശുവിന് ക്രൂശിൽ ലഭിക്കാത്തതൊന്നും നമുക്ക് വേണ്ട. എന്നാൽ ഈ പറഞ്ഞതൊന്നും അത്ര എളുപ്പമല്ല. നിരന്തരമായ പ്രാർത്ഥനയും ആത്മവിശുദ്ധിയും നേടിയവർക്കാണ് അങ്ങനെയൊരു മരണം കർത്താവിനോട് ചേർന്ന് സ്വീകരിക്കാനാവും. കർത്താവേ, അങ്ങ് ചുമന്ന പാനപാത്രം എനിക്കും വഹിക്കണമെന്ന ആത്മദാഹം നമ്മുടെ ഉള്ളിൽ ജനിക്കട്ടെ. ഗലാത്യർ 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്കു വാങ്ങി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.